തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല, അത് ചെയ്തിരിക്കും. ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല, അപ്പൊ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. അതെ, ഞാൻ കേട്ടിരുന്നത്. കാരണം ഞാൻ കയ്യിൽ പിടിച്ചോ ചേട്ടാ. ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മള് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല അതില്. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ. അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല, അപ്പൊ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. വേടൻ പണ്ട് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങുന്ന സമയത്ത് വേടൻ ചെയ്ത ഒരു ഇന്റർവ്യൂവില് കുറച്ച് കോട്ട്സ് എടുത്തുകൊണ്ട് പുതിയ വിവാദങ്ങൾക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഒരു മാസമായിട്ട് വേടനാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. പാട്ടൊരെണ്ണം വരുന്നുണ്ട്, 10 തല എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടിറങ്ങി കഴിഞ്ഞാൽ മരനെ വെടിവെച്ചല്ലോ എന്നുള്ള ആൾക്കാർക്ക് അറിയാം. പാട്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ടാണ്. നായകൻ രാവണ പെരുമ്പാട്ടനാണ്. രാവണനാണ് നമ്മുടെ നായകൻ. നമുക്ക് രാമൻ അറിയില്ലേ. അപ്പൊ അതാണ് ഒരു പൊളിറ്റിക്കൽ സോങ് വരുന്നത്. അടുത്തത് ഇത്തിരി പ്രശ്നം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്സവം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഹേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മര്യാദ കുറിച്ച് രാമനെ നമുക്കറിയില്ല. നമ്മൾ രാവണ പെരുമ്പാട്ടന്റെ രാവണനെ നമുക്കറിയുള്ളൂ. അപ്പൊ രാവണനെ കുറിച്ചുള്ള പാട്ടാണ് 10 തല. അത് വേഗം ഉണ്ടാവും. മാസപ്പീലിന്റെക്ക് വേണ്ടിട്ട് ആ പാട്ടിറക്കും. ഇതാണ് വിഷയം. അപ്പോൾ വേടൻ പറഞ്ഞത് രാവണ പെരുമ്പാടനെ കുറിച്ച് അയാൾ ഒരു പാട്ട് എഴുതുന്നുണ്ട്. അത് ഉടനെ റിലീസ് വരും. 10 തലയുള്ള രാവണനെ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. അതോടൊപ്പം തന്നെ മര്യാദ പുരുഷനായ രാമനെ അറിയില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും അത് നമ്മുടെ വേടന്റെ ബേസ് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് രാവണന്റെ ജന്മദേശമാണ്, അല്ലെങ്കിൽ രാവണന്റെ രാജ്യമായിരുന്നു എന്നാണ് നമ്മുടെ രാമായണം നോക്കിയാൽ പറയുന്നത്. രാമായണത്തിനകത്ത് തന്നെ കിളിപ്പാട്ട് രാമായണമുണ്ട്, തുളസി രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്. ഈ കമ്പരാമായണത്തിനകത്ത് രാവണനെ പുകഴ്ത്തിയാണ്, അല്ലെങ്കിൽ രാവണനെയാണ് കേന്ദ്ര ആക്കിയിരിക്കുന്നത് പ്രധാന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള ഡെറിവേഷൻസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ രാവണനെ അറിയില്ല, അല്ലെങ്കിൽ രാമനെ അറിയില്ല, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അറിയില്ല, അല്ലെങ്കിൽ ആര് തന്നെ ആവട്ടെ, ഒരാളെ അറിയില്ല എന്ന് ഒരാൾ പറയുന്നത് വലിയ തെറ്റാണ് എന്ന് തോന്നുന്നില്ല. പിന്നീട് വന്നിരിക്കുന്നത് അടുത്ത പുതിയ വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് 5-3 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയ ഒരു സോങ്, അത് യൂട്യൂബിൽ നിന്ന് ഇപ്പോഴാണ് അത് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഓരോ പ്രതിനിധിയെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇവിടെ ജനങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മളിപ്പോ രാജാവ് നഗ്നനാണെങ്കിൽ അത് വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ ഏത് ജനപ്രതിനിധിയായാലും അത് തെറ്റ് ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജനാധിപത്യത്തിന് ശക്തി ഉണ്ടാവുള്ളൂ എന്നതാണല്ലോ സത്യം. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല വേടൻ ഇത് ആദ്യമായിട്ടാണ് ഇതാദ്യമായിട്ടാണ് ഒരു കലാസൃഷ്ടി ഇങ്ങനെ വരുന്നത്. നമ്മള് എന്താ പറയുന്നത്, പുസ്തകങ്ങൾ കണ്ട ചന്തുവിൽ നിന്ന് വേറിട്ടൊരു മുഖമായിരുന്നു നമ്മൾ MDയുടെ സിനിമയിൽ കണ്ട ചന്തു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ഊഴം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രചനകൾ ഈ ഇന്ത്യയിലും ലോകത്തും ഉണ്ടായിട്ടുണ്ട്. ഓരോ വ്യക്തികളെ ഓരോ ആംഗിൾ എടുത്തു. അതൊരു കലാകാരന്റെ സ്വാതന്ത്ര്യമായിട്ട് മനസ്സിലാക്കുകയും ഇതൊരു കലയായിട്ട് എടുക്കുകയും ചെയ്യുന്നിടത്ത് നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ കുറെ വിവാദങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങളെ വലിച്ചിഴയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ ഈ ചരിത്രങ്ങളെ കുറിച്ച് കൂടുതൽ സത്യത്തിൽ ഇതൊന്നും അല്ല ആവശ്യമുള്ളത്. ഇപ്പോൾ രാവണനെ കുറിച്ചും പഠിക്കട്ടെ, അല്ലെങ്കിൽ രാമനെ കുറിച്ചും പഠിക്കട്ടെ. അങ്ങനെ ചരിത്രത്തിനെ കുറിച്ച് കുട്ടികൾ പഠിച്ച് കൂടുതൽ ബോധവാന്മാരാകട്ടെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല വേടൻ ഫാൻസ് എല്ലാം വേടൻ എന്തു പറയുന്നു അത് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരല്ല. ഒരു സ്വന്തമായി ചിന്തിക്കാൻ ഗട്സ് ഉള്ള ഒരു ജനക്കൂട്ടമാണ് അവരെ ഒരിക്കലും നമുക്ക് ഒരു പ്രത്യേക ആശയത്തിന്റെ പേരിലൊന്നും തളച്ചിടാൻ പറ്റുമെന്ന് തോന്നില്ല. അവർക്ക് എന്തൊക്കെയോ പറയാനുള്ള കാര്യങ്ങൾ വേടൻ പറഞ്ഞു. വേടൻ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിരുന്നു, തഴയപ്പെട്ടവന്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് വേടന് ഇത്രയും ഹൈപ്പ് കിട്ടിയത്. നമുക്കറിയാം നിശാഗന്ധിയിലെ ക്രൗഡ്, അല്ലെങ്കിൽ അതിനുശേഷം ഇടുക്കിയിലെ സർക്കാരിന്റെ തന്നെ ഒരു പരിപാടിയിൽ ഉണ്ടായ ക്രൗഡ്, നമ്മുടെ ലാസ്റ്റ് പാലക്കാട് ഉണ്ടായ ക്രൗഡ്, അതൊക്കെ ചെറുപ്പക്കാരാണ്. അതായത് നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് വേടനോട് ഒപ്പം ഉള്ളത്.
അപ്പൊ വേടനെ വേട്ടയാടുമ്പോൾ സ്വയം തന്നെ ഇപ്പൊ വേടനെ വേട്ടയാടുന്നവരൊക്കെ സ്വയം തന്നെ ഇതിലേക്ക് എന്താ പറയാ പുതിയ പുതിയ വിവാദങ്ങളിലൂടെ വേടനെ ഒരു വലിയ ഹൈപ്പിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴിലെ അല്ലെങ്കിൽ കന്നഡയിലെ തെലുങ്കിലെ ഒക്കെ 2.23 M വ്യൂസ് ഒക്കെയുള്ള നമ്മുടെ യൂട്യൂബ് ഹാൻഡിൽസ് ഒക്കെ വേടനെ കുറിച്ച് സംസാരിക്കുന്നു. അല്ലെങ്കിൽ വേടന്റെ പ്രശസ്തി കേരളവും കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് ഉയർന്നു. നമുക്കറിയാം റാപ്പ് സംഗീതം എന്ന് പറയുന്നത് ലോകത്ത് ബോബ് മാർലിയൊക്കെ കൊണ്ടുവന്ന് വളരെ ചരിത്രം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഈ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത്. വേടൻ കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു റാപ്പർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ എന്താ പറയാ ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൂടെ വേടനെ തടച്ചിടാൻ ശ്രമിക്കുമ്പോൾ വേടൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ടെന്ന് തെളിയിക്കാൻ വേടനും നമുക്ക് ഓരോരുത്തർക്കും വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇന്ത്യയുടെ കരുത്ത്, ജനാധിപത്യത്തിന്റെ കരുത്ത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.